ഹൈബർനേഷൻ ഉപകരണം സജീവമാകുമ്പോൾ സ്ത്രീ ഹൈബർനേഷനായി പോകാൻ ഒരുങ്ങുകയാണ്. അവൾ ഉടൻ തന്നെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഈ അറയിൽ അവൾക്ക് ജീവനോടെയിരിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ട്. പക്ഷേ അവൾ പ്രതീക്ഷിക്കാത്തത്, യന്ത്രം പകുതി വഴിക്ക് തകരാറിലായി. പെട്ടെന്ന് സ്ത്രീ ഞെട്ടിയുണർന്നു. അവൾ പൊതിഞ്ഞിരുന്ന ബാഗ് കീറി പുറത്തുവന്നു, എന്നിട്ട് കിതച്ചുകൊണ്ട് ശ്വാസമെടുക്കാൻ തുടങ്ങി. അവൾ പരിഭ്രമിച്ച് ഹൈബർനേഷൻ ചേംബറിൽ അടിച്ചു, പക്ഷേ അബദ്ധത്തിൽ അതിനുള്ളിലെ ധവയെ ഉണർത്തി. കാണിക്കുന്നത് അവൾക്ക് 33% ഓക്സിജൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. അധികം വൈകാതെ ഓക്സിജൻ കിട്ടാതെ അവൾ ശ്വാസം മുട്ടി മരിക്കും. സഹായത്തിനായി സ്ത്രീ ഭവയുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു. പക്ഷേ താൻ എവിടെയാണെന്ന് അവൾക്ക് ഒരു രൂപവുമില്ല. കൂടാതെ അവളുടെ ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്ത്രീ ശാന്തമാകാൻ ശ്രമിക്കുന്നു, എന്നിട്ട് തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ കപ്പലിൽ പ്രയോജനകരമായ വിവരങ്ങൾ തിരയുന്നു. സ്വന്തം DNA വിശകലനം ചെയ്യാൻ സ്ത്രീ ഭവയോട് ആവശ്യപ്പെട്ടു. സ്ക്രീനിൽ അവളുടെ ഒരു ചിത്രം തെളിഞ്ഞു. സ്ത്രീ ഒരു ഡോക്ടറാണെന്നും അവളെ ഹൈബർനേഷൻ ചേംബറിൽ വെച്ചത് ഒരുപക്ഷേ അവൾ തന്നെയാണെന്നും ഇത് വെളിപ്പെടുത്തുന്നു. കൂടുതൽ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്ത്രീ പതുക്കെ സ്വന്തം ഓർമ്മകൾ വീണ്ടെടുക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അവൾക്ക് മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയത്, ബാക്കിയുള്ള ഓക്സിജൻ അളവ് 40 മിനിറ്റ് മാത്രമേ നിലനിൽക്കൂ.